ദൈവത്തിന് സ്തോത്രം. ദൈവം ഉയർത്തുമ്പോൾ സ്വയം ഉയർത്തുന്നവരും അഹങ്കരിക്കുന്നവരും അനവധിയാണ്. ബൈബിൾ കഥാപാത്രങ്ങളിൽ നെബൂഖദ്നേസർ, ശൗൽ, ശിംശോൻ, ശലോമോൻ, യൂദസ്കറിയോത്ത, ശാസ്ത്രി, പരീശ, പുരോഹിതർ തുടങ്ങിയവരൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ദൈവം നൽകിയ അനുഗ്രഹങ്ങളിൽ അഹങ്കരിച്ചവരെ ഏൽപ്പിച്ച നിയോഗങ്ങളിൽ നിന്നും വിടർത്തി നിസ്സഹായതയുടെ വഴിയിലൂടെ നടത്തിയ ദൈവത്തിൻ്റെ നീതി നിർവഹണത്തിൻ്റെ ബൈബിൾ സാക്ഷ്യം അനവധി നമുക്ക് വായിക്കാൻ കഴിയും. വിനയാന്യതരായിരുന്ന പലരും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും പദവിയും സമ്പത്തും പ്രശസ്തിയും അധികാരസ്ഥാനങ്ങളുമൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ അഹങ്കാരികളും കനിവില്ലാത്തവരുമായി തീരാറുണ്ട്. യഹോവ ഭക്തിയിലൂടെ ലഭിക്കുന്ന ജ്ഞാനത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയുമൊക്കെ അഭാവമാണ് ഇവരുടെ അഹങ്കാര മനോഭാവത്തിൻ്റെ പിന്നിലെ കാരണങ്ങൾ. എന്നാൽ അർഹതയില്ലാത്ത അനുഗ്രഹങ്ങളും ഉന്നത പദവിയും സമൃദ്ധിയുമൊക്കെ നൽകി ദൈവം വലുതാക്കുമ്പോൾ സ്വയം ചെറുതാകുന്ന അപൂർവം ചിലരുമുണ്ട്. ഉയർച്ചയിലും താഴ്ചയിലും ദൈവഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും ഒരു സന്തുലിതാവസ്ഥ കൈവിടാത്ത ദൈവഭക്തരാണ് ഇവർ. ചെങ്കോലും കിരീടവും ദൈവം നൽകിയപ്പോൾ ദാവീദ് പറഞ്ഞു, യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആരാണ്? എൻ്റെ ഗ്രഹവും എന്തുള്ളൂ? 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 16-ാം വാക്യം. യഹോവ സമ്പന്നമായി തന്നപ്പോഴും തന്നതെല്ലാം തിരിച്ചെടുത്തപ്പോഴും പകരം യാതനകൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും യഹോവയുടെ നാമം വാഴ്ത്തിയ വലിയ ഭക്തനായിരുന്നു ഇയ്യോബ്. ഞാൻ കുറയുകയും അവൻ വളരുകയും വേണമെന്ന് പറഞ്ഞ സ്നാപക യോഹന്നാനും ബലം എന്നേക്കും ദൈവത്തിനുള്ളത് എന്ന് പറഞ്ഞ പത്രോസും ഞാൻ പാപികളിൽ പ്രധാനി, എല്ലാം എനിക്ക് ലഭിച്ചതാണ്, ദാനമായി കിട്ടിയതാണ്, നിന്നതല്ല ദൈവമെന്നെ നിർത്തിയതാണ് എന്ന് സാക്ഷ്യം പറഞ്ഞ പൗലോസുമൊക്കെ അനവധി ദൈവാനുഗ്രഹങ്ങൾക്ക് മുമ്പിൽ വിനയപൂർവം തലകുനിച്ചവരാണ്. ഇവരെക്കാളൊക്കെ വിനയത്തിൻ്റെ വിസ്മയ സാക്ഷിയായി തീർന്നവളാണ് മേരി മാതാവ്. മറ്റുള്ളവർക്ക് ഭൗതിക അനുഗ്രഹങ്ങളും ആത്മീയ നന്മകളും ദൈവം കൊടുത്തപ്പോൾ വചനം ജഡമാകാൻ തൻ്റെ ശരീരം സമർപ്പിക്കാനുള്ള ഉന്നത നിയോഗവും അനന്ത കൃപാവരങ്ങളുമാണ് ദൈവമാതാവിന് ദൈവം നൽകിയത്. ഇതുവരെ ആർക്കും ലഭിക്കാത്തതും ഇനി ആർക്കും ലഭിക്കാൻ സാധ്യതയില്ലാത്തതുമായ അത്യുത്കൃഷ്ട പദവി ലഭിച്ചവളാണ് മേരി മാതാവ്. സ്വർഗീയ ദൂതൻ, കൃപ നിറഞ്ഞവളെ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും,
സർവശക്തൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴും സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ കർത്താവിൻ്റെ മാതാവാണ്, ഭാഗ്യവതിയാണ് എന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് അഭിനന്ദിച്ചപ്പോഴും മേരി മാതാവിൻ്റെ പ്രതികരണം വിനയവും എളിമയും താഴ്മയും നിറഞ്ഞതായിരുന്നു. ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നായിരുന്നു മറുപടി. സ്വന്തം പുത്രൻ ദൈവമഹത്വത്തിൻ്റെ ഉജ്ജ്വല താരമായി പ്രകാശിച്ചപ്പോഴും ക്രൂശിൽ ബലിയാടായി സമർപ്പിക്കപ്പെട്ടപ്പോഴും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോഴും എല്ലാം 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 ഉള്ളത്തിൽ സംഗ്രഹിച്ച് വിനയാന്വതയായി അവൾ ജീവിച്ചു. ആൾക്കൂട്ടത്തിന് മുമ്പിൽ കയറി നിന്ന് ബന്ധവും സ്വന്തവും പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കാനും ആളാകാനുമൊന്നും അവൾ ശ്രമിച്ചിട്ടില്ല. വിനയത്തെപ്പറ്റിയുള്ള പ്രശസ്ത സുവിശേഷകൻ C.S. ലൂയിസിൻ്റെ വാക്കുകൾ മേരി മാതാവിൻ്റെ വിനയത്തിന് ഏറ്റവും അനുയോജ്യമായ അടിക്കുറിപ്പാണ്. ഹ്യൂമിലിറ്റി ഈസ് നോട്ട് തിങ്കിങ് ലെസ് ഓഫ് യുവർ സെൽഫ്, ഇറ്റ്സ് തിങ്കിങ് ഓഫ് യുവർ സെൽഫ് ലെസ്. അപേക്ഷകളുമായി തൻ്റെ അടുത്തെത്തുന്ന മക്കളോട് മേരി മാതാവിന് പറയാനുള്ളത് എന്തായിരിക്കും? അത്ഭുതം പ്രവർത്തിക്കുന്നത് ദൈവമാണ്. അതിനുള്ള സമയം നിശ്ചയിക്കുന്നതും അത് വേണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നതുമൊക്കെ ദൈവത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. കർത്താവിൻ്റെ ദാസി അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്ത ജീവിതമായിരുന്നു എൻ്റേത്. എൻ്റെ ജീവിതത്തിലെ ഭൗതിക പരിമിതികളും ഇല്ലായ്മകളും ജീവിതത്തിൻ്റെ അവസാനം വരെ തുടർന്നിരുന്നു. അതൊന്നും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിരുന്നില്ല. അതൊന്നും ദൈവത്തിൻ്റെ ദാസിയായുള്ള സമർപ്പിത ജീവിതത്തിന് ഒരു തടസ്സമായി എനിക്ക് തോന്നിയിട്ടുമില്ല. ദൈവത്തോടു കൂടിയുള്ള അല്പമാണ് ദൈവമില്ലാതെയുള്ള അധികത്തേക്കാൾ നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. സമ്പത്തിൻ്റെ ആധിക്യത്തിലല്ല ഭാഗ്യവും ജീവിതത്തിൻ്റെ സമൃദ്ധിയുമൊക്കെ നിലനിൽക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ അനുവർത്തിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. എല്ലാ ഭൗതിക അനുഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ള ഉപാധിയായി വിശ്വാസത്തെയും ദൈവഭക്തിയെയും കാണരുത്. മക്കൾക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയെന്ന് ചോദിക്കുന്നതിന് മുമ്പേ സ്വർഗസ്ഥ പിതാവിനറിയാം. എല്ലാം യഥാസമയം ഒരു കുറവുമില്ലാതെ അപ്പൻ നടത്തിത്തരും. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഉണ്ടായിരിക്കും. വിശന്നിരിക്കുന്നവരെ കർത്താവ് നന്മകളാൽ നിറയ്ക്കും.
നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവൻ്റെ സന്തതി പരമ്പരകളായ എല്ലാ ദൈവമക്കൾക്കും എന്നേക്കും കരുണ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ഉറച്ചു വിശ്വസിക്കണം. വികാരപക്വതയില്ലാത്ത കൊച്ചുകുട്ടികളെ പോലെ നിർബന്ധം പിടിക്കരുത്, ഒച്ച വയ്ക്കരുത്. പ്രാർത്ഥനയുടെ മറുപടിക്ക് ദൈവത്തിൻ്റെ സമയം വരെ ക്ഷമയോടെ കാത്തിരിക്കാൻ പഠിക്കണം. ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം യഥാസമയം ദൈവം നടത്തിത്തരും. വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വീഞ്ഞില്ലാത്ത ശൂന്യമായ ഹൃദയമാണ് ജീവിത പ്രതിസന്ധികൾക്ക് പിന്നിലെ പ്രധാന കാരണം. ഹൃദയ മൺപാത്രത്തിൽ പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീർ കൊണ്ട് വക്കോളം നിറയ്ക്കുമ്പോൾ, കർത്താവ് പറയുന്നതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ, സർവശക്തൻ വാഴ്ത്തി അനുഗ്രഹിച്ച് പുതുശക്തിയും പുതുജീവനും സമൃദ്ധിയായി വർദ്ധിപ്പിച്ചു തരും. മരണത്തിൻ്റെ അവസാന നിമിഷം യോഹന്നാൻ്റെ കയ്യിൽ എൻ്റെ ചുമതല ഭരമേൽപ്പിച്ച കർത്താവ് നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടില്ല. നേരായി നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയുമില്ല. കുടുംബം, മാതാപിതാക്കൾ, ദാമ്പത്യം, ഇടയത്വം തുടങ്ങിയ ദൈവവിളികളിൽ വെല്ലുവിളികളുണ്ടെന്ന് മക്കൾ മനസ്സിലാക്കണം. ഹൃദയത്തിലൂടെ സഹനങ്ങളുടെ വാളുകൾ കടക്കുന്ന വേദനാപൂർണമായ അനുഭവങ്ങളുണ്ടാകും. മാറ്റുവാൻ കഴിയാത്ത ദുരിതക്കാസകൾ കർത്താവ് കയ്യിൽ തരുമ്പോൾ സന്തോഷത്തോടെ കൈനീട്ടി സ്വീകരിക്കണം. ഞാൻ കർത്താവിൻ്റെ ദാസൻ, ദാസി, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ ഭവിക്കണമെന്ന പ്രാർത്ഥനയോടെ പിന്മാറാതെ ഇടറിപ്പോകാതെ കഷ്ടതയുടെ കുരിശുമായി മുന്നോട്ട് പോകണം. എപ്പോഴും താങ്ങും കരങ്ങൾ പിന്നിലുണ്ടാകും. ദൈവമേ, അവിടുന്ന് ഭരമേൽപ്പിച്ച നിയോഗങ്ങൾ പൂർത്തിയാക്കുവാൻ പരിശുദ്ധാത്മാ വരദാനങ്ങളും മേരി മാതാവിൻ്റെ വിനയവും സമർപ്പണവും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ശക്തരാക്കണമെന്ന് യേശു കർത്താവിൻ്റെ അതിവിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.